സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല. അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വെക്കുകയായിരുന്നു ആളുകൾ. ഇപ്പം അവിടെ ഒന്നും കാണാറില്ല, കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ED അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ക്ലീൻ ആയിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിന്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ED. ശാരദാ മുരളീധരന്റെ പ്രതികരണം പവർഫുൾ ആണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളമാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും ഒരുപാട് പേരുടെ മനസ്സിൽ യാഥാസ്ഥിതിക ചിന്തയാണെന്നും VD സതീശൻ കൊല്ലത്ത് പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സെക്രട്ടറി ധൈര്യം കാണിച്ചതാണ്. ശാരദാ മുരളീധരന്റെ കുറിപ്പ് കേരളത്തിന്റെ അവസ്ഥ തുറന്നു കാട്ടുന്നതാണെന്നും VD സതീശൻ പറഞ്ഞു. കറുപ്പിന് എന്താണ് പ്രശ്നമെന്നും കേരളത്തിൽ ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തയാണ് സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ വികലമായതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല. അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം, കറുപ്പിന് എന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിന് എന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. കൂടാതെ പബ്ലിക് ടോയ്ലറ്റിലെ എഴുത്തുകാർ സോഷ്യൽ മീഡിയയിലാണെന്നും കൊടകരയിൽ EDക്ക് നിക്ഷേപമില്ല, ധർമ്മരാജൻ ഈ പണം എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നും കേരളത്തിലെ BJP നേതാക്കളെ സംരക്ഷിക്കുകയാണ് ED ചെയ്യുന്നതെന്നും കരുവന്നൂരിലെ CPM നേതാക്കളെയും ED രക്ഷിക്കുമെന്നും PMLM ആക്ട് അനുസരിച്ച് അന്വേഷിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വെക്കുകയായിരുന്നു ആളുകൾ. ഇപ്പം അവിടെ ഒന്നും കാണാറില്ല, അശ്ലീലം എന്നും കാണാറില്ല അശ്ലീലം, കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ED അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ED രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത്. കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിന്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ED. ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ED ക്ലീനായിട്ട് കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഒറ്റ ചോദ്യത്തിനുകൊണ്ട് മറുപടി പറഞ്ഞാൽ മതി, ധർമ്മരാജൻ ഈ പണം എവിടെ നിന്നാണ് കൊണ്ടുവന്ന്? എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത്. ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജന്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്തുകൊണ്ട് പോയപ്പോൾ ധർമ്മരാജന്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനാണ് ആദ്യം ഫോൺ വിളിച്ചത്. അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ. ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി CPMനെ കൂടി സഹായിക്കാൻ നോക്കിയാൽ മതി. ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇത് ആവർത്തിക്കുന്നു. ഇത് അവസാനം പരസ്പരം കേസുകൾ ഇല്ലാതായി തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത്. മന്ത്രി R ബിന്ദു ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യയല്ല എന്നും ബിന്ദു പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്താണ് തന്റെ വേദനയെന്നും സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.